ദാസേട്ടൻ എങ്ങോട്ടാ? അത് ഒന്നുമില്ല മാഡം, ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ. വെറുതെ നടന്ന് ഔട്ട് ഹൗസിലേക്ക് പോവല്ലേ? ഒരു നിമിഷം ദാസേട്ടനിലെ അച്ഛൻ ഉണർന്നു. മക്കളെ കാണാനാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഏയ് അല്ല മാഡം, എനിക്കവരെ കാണണം എന്നുള്ള തോന്നലേ ഇല്ല. നല്ല കാര്യം. ദാസേട്ടൻ ഇവിടെ വന്നതിലും മക്കളെ കാണാൻ പോലും പോകാതെ തൃച്ചംബരത്ത് താമസിക്കുന്നതിലും പല ഭാഗത്തു നിന്നും പല ചോദ്യങ്ങളും ഉയർന്നു വരും. അതൊന്നും ദാസേട്ടൻ ശ്രദ്ധിക്കരുത്. ഇല്ല മാഡം, പണ്ട് ഞാൻ അന്യരുടെ അനാവശ്യമായ വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കാറില്ല. എന്റെ ശരി ഞാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് മാഡം വിളിച്ചപ്പോ തന്നെ ഞാൻ വന്നത്. വന്നതിൽ സന്തോഷം. ദാസേട്ടൻ തൃച്ചംബരത്തെ ഗസ്റ്റായിട്ട് താമസിക്കുന്നതിലായിരിക്കും എല്ലാവർക്കും കൂടുതൽ അത്ഭുതം. ഇന്നലെ കൃഷ്ണേട്ടൻ വരെ അക്കാര്യത്തിൽ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനാണ് വന്നതെന്ന് ആര് ചോദിച്ചാലും ഞാൻ വിളിച്ചിട്ട് വന്നാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി മാഡം. ആ ചേച്ചി, ചേച്ചീനെ തിരക്കിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ മോളിൽ പോയി നോക്കിയിട്ട് കണ്ടില്ല. എന്താ ചേച്ചി? ദാസേട്ടൻ ഇന്നലെ രാത്രി വന്നു. എവിടെയായിരുന്നു ദാസേട്ടാ? അല്ല, വന്നിട്ട് മക്കളെ കാണാൻ പോയില്ലേ ഇതുവരെ? വിലാസിനെ, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ആ, ദാസേട്ടൻ തൽക്കാലം എന്റെ ഗസ്റ്റായിട്ടാ വന്നത്. ഇനി കുറച്ചുനാൾ ദാസേട്ടൻ തൃച്ചംബരത്താ താമസിക്കുന്നത്. തൃച്ചംബരത്തോ? അതെ, തൃച്ചംബരത്ത്. അത് ചേച്ചി, ചേച്ചി ദാസേട്ടനെ കല്യാണിയും അനിയൻകുട്ടനെയൊക്കെ. ഞാൻ കുടുംബ സന്ദർശനത്തിന് വന്നതല്ല. അതല്ല ചേച്ചി. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്കല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ഓ ശരി. ഇനി നീ വേറെ ഒരു പരിപാടി ഏറ്റെടുക്കാൻ നിൽക്കണ്ട. എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ശരി ചേച്ചി. ഇപ്പൊ തന്നെ വിളിപ്പിച്ച കാര്യം പറയാം. ആനന്ദിനെ ചികിത്സിക്കുന്ന വീരഭദ്ര സ്വാമികളുടെ ആശ്രമത്തിൽ നിന്നും ഒരു ലിസ്റ്റ് കൊടുത്തുവിട്ടിട്ടുണ്ട്. പൂജാ സാധനങ്ങളും മറ്റുമാണ് ലിസ്റ്റില്. നീ തന്നെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ വാങ്ങി എത്രയും പെട്ടെന്ന് ആശ്രമത്തിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ശരി ചേച്ചി. ദാസേട്ടാ, ആനന്ദിന്റെ കാഴ്ച പോയി ഇത്രയും നാളായിട്ടും ആനന്ദിനെയോ കല്യാണിയോ കാണാൻ വരാത്ത വിലാസിനെ, ഓ, എത്രയും വേഗം ഞാൻ ഏൽപ്പിച്ച ജോലികൾ ചെയ്യാൻ നോക്ക്. ലിസ്റ്റ് സുജാത നിന്റെ മുറിയിലെത്തിക്കും. ശരി ചേച്ചി. എന്താ പോകുന്നില്ലേ? ശരി. ദാസേട്ടാ, മാഡം, ദാസേട്ടൻ പോയി റെസ്റ്റ് എടുക്ക്. അർഹിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയാൻ നിന്നാ മതി. ശരി മാഡം. നോ, ഐ കാന്റ് ബിലീവ് ഇറ്റ്. അങ്കിൾ എന്താ പറയുന്നത്? ദാസേട്ടൻ വന്നെന്നോ? അതേ നന്ദന, സത്യം. ഞാനെന്തിനാ മോളോട് ഇങ്ങനൊരു കള്ളം പറയുന്നത്?
മാത്രമല്ല ഞാൻ നിർദോഷമായ കള്ളങ്ങൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല. ദാസ് വന്നെന്ന് മാത്രമല്ല, ആളീ തൃച്ചംബരത്തുണ്ട്. ഇവിടെയാണ് താമസം. വാട്ട്? എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അങ്കിൾ. ദാസേട്ടൻ ഇത്ര നാളും എവിടെയായിരുന്നു എന്ന് അങ്കിൾ ചോദിച്ചില്ലേ? ചോദിച്ചു. ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. ശരി, ഇന്നലെ രാത്രി വന്നിട്ട് എന്താ കല്യാണിയെ കാണാൻ പോവാത്തത്? അത് ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ചോദ്യങ്ങളെല്ലാം ബാക്കിയായി തന്നെ നിന്നു. ദാസ് ആകെ അങ്ങ് മാറിപ്പോയി. മൊത്തത്തിൽ പഴയ ദാസിന്റെ രൂപം മാത്രമേ ഉള്ളൂ എന്നാ എനിക്കിപ്പോ സംശയം. അല്ലെങ്കിലേ, ദാസേട്ടനോട് ആരാ തൃച്ചംബരത്ത് താമസിക്കാൻ പറഞ്ഞ്? ആരായിരിക്കും? അഖില തന്നെയാ. തൃച്ചംബരത്തിന്റെ ഗസ്റ്റായിട്ടായിരിക്കും ദാസേട്ടൻ ഇവിടെ താമസിക്കുന്നെന്നും പറഞ്ഞു. ദാസേട്ടൻ വന്ന കാര്യം കല്യാണി അറിഞ്ഞു? അറിഞ്ഞു കാണില്ല. എങ്ങനെ അറിയാം? അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഇപ്പൊ ഇവിടെ ഉണ്ടായ. ആ, അത് ശരിയാ. തൃച്ചംബരത്തുള്ള ഞാൻ അറിഞ്ഞില്ല, പിന്നെ ഔട്ട് ഹൗസിലുള്ള അവളെങ്ങനെ അറിയും? അങ്കിളെ, ഞാനൊന്ന് കല്യാണിയെ വിളിച്ചു പറയട്ടെ. ഇപ്പൊ വേണ്ട. പാവം പെണ്ണ, വെറുതെ നമ്മളെ വിളിച്ചു പറഞ്ഞ് സങ്കടപ്പെടുത്തണ്ട. ഞാനേ അരവിന്ദിനോടൊന്ന് പറഞ്ഞിട്ട് വരാം. അച്ഛാ, നീ ഏതാ? അച്ഛാ, ഞാൻ അനിയൻകുട്ടൻ. അച്ഛൻ എന്നെ അറിയില്ലേ? ഇല്ല. എന്താ അച്ഛ ഇത് ഞാനാ, അനിയൻകുട്ടൻ. ഏതാ നീ കുട്ടൻ? എനിക്ക് നിന്നെ അറിയില്ലല്ലോ. അറിയില്ലെന്നോ? അച്ഛന്റെ മോനാ അച്ഛ ഞാൻ, അനിയൻകുട്ടൻ. അച്ഛന്റെ അനിയൻകുട്ടൻ, അച്ഛന്റെ മോൻ. ദാസിന് മക്കളില്ല. ദാസിന്റെ മക്കളൊക്കെ മരിച്ചുപോയതാ. എന്റെ സുധ പോയി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അവരും പോയി. ഞാനിപ്പോ ഒറ്റയ്ക്ക് വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. അച്ഛൻ വീട്ടിലേക്ക് വാ, നമുക്ക് പോവാം. ഏത് വീട്? എനിക്കൊരു വീടൊന്നുമില്ല. ഞാൻ ഒരിടത്തേക്കും വരുന്നുമില്ല. നിനക്ക് പോവാം. അച്ഛാ, എന്തിനാ അച്ഛാ ഞങ്ങളോട് ഈ ദേഷ്യം?
ചേച്ചി ഞാനും എത്ര നാളായെന്നറിയോ അച്ഛനെ കാണാതെ കാത്തിരിക്കുന്നു. അച്ഛൻ വീട്ടിലേക്ക് വാ അച്ഛാ. എനിക്കാരും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ശല്യപ്പെടുത്താതെ പോവിടുന്ന്. പോവില്ല പോവില്ല ഞാൻ. അച്ഛ, നമ്മുടെ വല്യ വീണെ കാഴ്ച പോയി അച്ഛ. അച്ഛൻ ചേച്ചി ഒന്ന് കണ്ടിരുന്നെങ്കിൽ ചേച്ചിക്ക് അല്പമെങ്കിലും സമാധാനം കിട്ടുമായിരുന്നു. ഞാൻ എല്ലാ അച്ഛന് കത്തിൽ എഴുതിയിരുന്നല്ലേ. പിന്നെ എന്താ അച്ഛ ഇങ്ങനെ? വാ അച്ഛ, പ്ലീസ് വാ അച്ഛ, വാ വാ അച്ഛ. അച്ഛനെ തേടി വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് മക്കളില്ലാന്ന്. അച്ഛാ, മാറിപ്പോ അസത്തെ. പോടാ അച്ഛാ, എന്താ അച്ഛാ? പോടാ. ഓൻ പോടാ. ആഹാ, നീ വന്നോ? ഇങ്ങെടുക്ക്. ചെറുപയർ വാങ്ങിയിട്ടുണ്ടല്ലോ. ആ, അയാളോട് നീ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ വാങ്ങിയ ചെറുപയർ അപ്പടി പുഴു വരിച്ചിരിക്കുകയായിരുന്നു. എന്താടാ, എന്താ നീ കൂട്ടാ? എന്തിനാ കരയണേ? എന്താ എന്തിനാ കരയണേ? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? പറ. തൃച്ചംബരത്തിന് മുമ്പിൽ വെച്ച് ആ വിലാസിനി മാഡം നിന്നെ ഉപദ്രവിച്ചോ? ഞാൻ അവരൊന്നും അല്ല. പിന്നെ അച്ഛൻ. അതാണോ? ഞാൻ കരുതി ആ ഭൂതന് നിന്നെ എന്തെങ്കിലും. പോട്ടെ, വിഷമിക്കാതെടാ. നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയതല്ലേ അച്ഛൻ. വല്യൊന്നിന്റെ കാഴ്ച പോയെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്നും വന്നില്ലല്ലോ. ആ അച്ഛനെ കാണാൻ കൊതിച്ച് നീ എന്തിനാടാ കരയണേ? നോക്ക്, ചേച്ചിയില്ലേ നിനക്ക്? കരയണ്ട. നിനക്ക് അച്ഛനെ കാണണമെങ്കിൽ അച്ഛന്റെ ഫോട്ടോ ചേച്ചി എടുത്തു തരാം. ചേച്ചി അച്ഛനെ കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിലല്ല ഞാൻ കരഞ്ഞത്. അച്ഛനെ കണ്ടതിന്റെ വിഷമം കൊണ്ട. എന്താ എന്താ നീ പറഞ്ഞത്? അച്ഛനെ കണ്ടുന്നോ? എവിടെ എവിടെ വെച്ചാ നീ അച്ഛനെ കണ്ടത്? തൃച്ചംബരത്തിന്റെ മുറ്റത്ത്. തൃച്ചംബരത്തോ? നീ നമ്മുടെ അച്ഛനെ തന്നെയാണോ കണ്ടത്, അതോ വേറെ ആരെങ്കിലോ? അല്ല, നമ്മുടെ
അച്ഛനെ തന്നെ. എന്നിട്ട് എങ്ങനെ നമ്മുടെ അച്ഛൻ നന്നായിട്ടിരിക്കുന്നോ? ഞാൻ പോയി അച്ഛനൊന്ന് കണ്ടിട്ട് വരാം. എന്താ നീങ്കൂട്ടാ? പോണ്ട. എന്താ മോനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പോയി അച്ഛനെ കണ്ടാൽ എന്താ കുഴപ്പം? ഞാൻ പറയാം. അച്ഛാ, ചേച്ചി പറഞ്ഞത് ശരിയാ. അതിപ്പോ നമ്മുടെ പഴയ അച്ഛനല്ല, അച്ഛനെ പോലെ ഇരിക്കുന്ന മറ്റാരോ. കരയണ്ട, എന്റെ മോൻ കരയണ്ട. നിനക്ക് ആരുമില്ലെങ്കിലും എന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ ഞാനുണ്ടാവും, ഈ ചേച്ചി ഉണ്ടാവും. ഇതൊന്നും പല്ലിന് തൽക്കാലം അറിയണ്ട. നമ്മുടെ സങ്കടം നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ. അനിയങ്ങുന്ന നന്ദിനെ വന്ന് പല്ലുവിനോട് പറയും, അപ്പ അറിഞ്ഞാ മതി. എന്റെ ദൈവമേ, അഖില വരുത്തിച്ചതാ ദാസിനെ. ഈ പ്രിയങ്ക ഇത് എവിടെ പോയി കിടക്കുക? അഖിലയാണെങ്കിൽ എന്നോട് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം, എവിടെയും പോകരുതെന്നും പറഞ്ഞു. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഇത് സംഭവം വേറൊന്നുമല്ല, കലശതീർത്ഥം കളഞ്ഞതിന്റെ പ്രത്യുപകാരം വാങ്ങിച്ച് കെട്ടിട്ട് വന്ന് നിൽക്കുക. ഈശ്വരാ, അഖിലാന്റിയുടെ അടിയല്ലേ, കണ്ണീന്ന് പൊന്നീച്ച പറന്നു കാണും. ആന്റി, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? നിനക്ക് തല കറങ്ങുന്നു പറഞ്ഞിട്ട്? അതെ, ഞാൻ അതെ, നീ ഒരു കാര്യം ചെയ്യണം. അപ്പൊ തീർത്ഥം കളഞ്ഞ കാര്യം അഖിലാന്റി അറിഞ്ഞിട്ടില്ല. ഭാഗ്യം. നീ ഒരു സ്ഥലം വരെ പോണം. അതിനെന്താ, ഞാൻ എവിടെ വേണമെങ്കിലും പോവാം. അയ്യോ ആന്റി, പിന്നൊരു തമാശ കേൾക്കണോ? ആന്റി അഖിലാന്റിയെ കാണാൻ പോയപ്പോഴേ ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് ചുറ്റിനൊന്ന് നടന്നു. ടെറസിലേക്കൊന്ന് നോക്കിയപ്പോ ദാസേട്ടനെ പോലൊരു ആള് നിൽക്കുന്നു. സത്യം ആന്റി, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓടി അകത്തേക്ക് കയറി നോക്കിയപ്പോ അരവിന്ദേട്ടന്റെ റൂമിലേക്ക് നടന്നു പോകുന്ന ഒരാള്. സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ എനിക്ക് ആളെ മനസ്സിലായത്. ആരാ?
നമ്മുടെ ശിവരാമനങ്കിള്. അയ്യോ, താഴെ നോക്കിയപ്പോഴേ എനിക്ക് ദാസേട്ടനാടാ തോന്നിയത്. അയ്യോ, എനിക്ക് വയ്യ. എന്നാ കേട്ടോ, അത് നിന്റെ വെറും തോന്നലല്ല, സത്യോ. ഇന്നലെ ഡ്രൈവർ ദാസ് എത്തി തൃച്ചംബരത്ത്. ആന്റി, അതെ, ദാസ് വന്നു. ഡ്രൈവറായിട്ടല്ല, തൃച്ചംബരത്തെ അതിഥിയായിട്ട്. ജയന്തി, നീ ഒരു കാര്യം ചെയ്യണം. തൃച്ചംബരത്ത് ദാസ് വന്ന കാര്യം നീ ഇപ്പൊ തന്നെ പ്രിയങ്കയെ അറിയിക്കണം. അയ്യോ ആന്റി, നീ പോണം. പ്രിയങ്കയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ദാസ് വന്ന കാര്യം പറഞ്ഞിട്ട് നീ വേഗം അവിടെ നിന്ന് ഇറങ്ങിക്കോ. ശരി, പോകാൻ റെഡിയാവ്. ശരി ആന്റി. ചെല്ല്. ഇത് മതി. ആരെയാ നോക്കുന്നത് ദാസ്? മകനെ കണ്ടല്ലോ അല്പം മുമ്പേ. മകളെയാണ് നോക്കുന്നതെങ്കിൽ ആ കുട്ടി ചത്തിട്ടില്ല. ഇനി മരുമകനെയാണ് നോക്കുന്നതെങ്കിൽ ഒരു മാനക്കേടും കൂടാതെ നോക്കാം. കാരണം ദാസ് നോക്കുന്നത് അവനറിയില്ല. അവനിന്ന് കാഴ്ചയില്ലാത്തവനാ. ദാസ്, ഈ കൈവിരലെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഒഴുകുന്ന രക്തത്തിന് മക്കളുടെ മണം കാണും. നേരത്തെ ആട്ടി ഓടിച്ചു വിട്ടില്ലേ ആ കുഞ്ഞിന്റെ മണം. മനുഷ്യജന്മം ഒരിക്കലേ ഉണ്ടാവൂ ദാസ്. അതിന്റെ വില മനസ്സിലാകണമെങ്കിൽ